അടുത്ത ദിവസം യാത്ര ആരംഭിക്കുകയാണ്. റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. പകൽ കാഴ്ച. രാത്രി കാഴ്ച ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ടാൻജിർ ടൗണിന്റെ ഭാഗമാണ് ഇതെല്ലാം. 6:30ക്കാണ് ഇവിടെ സുബഹി വാങ്ങി കൊടുക്കുന്നത്. അങ്ങനെ 805 റൂമിൽ നിന്ന് ലഗേജ് എടുത്ത് യാത്രയ്ക്ക് വേണ്ടി അടിയിലേക്ക് ഇറങ്ങി. ഹോട്ടലിന്റെ സമീപത്ത് തന്നെ ബസ് നിർത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം തണുപ്പുള്ള സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. ഷട്ടറോ മറ്റോ കയ്യിൽ കരുതാൻ നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ബുൾസെ, വ്യത്യസ്തമായ കേക്കുകള്, ബ്രെഡ്, ഹണി, മറ്റു ചില കൂട്ടുകളെല്ലാമാണ് വിഭവം. പിന്നെ എടുത്തു പറയേണ്ടത് മൊറോക്കൻ ചായയും. ഇതാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. ലഗേജ് എല്ലാം ബസ്സിൽ കയറ്റി യാത്ര ആരംഭിച്ചു. യാത്രയുടെ ദിക്റുകൾ യാത്രക്കാർ ഒരുമിച്ച് ചൊല്ലി. രാവിലെ 8:41 ആയപ്പോഴാണ് യാത്ര ആരംഭിച്ചത്. മൊറോക്കോയുടെ നോർത്ത് തീരത്തുള്ള മനോഹരമായ ഒരു നഗരമാണ് ടാൻജിർ എന്ന ഈ ഒരു പട്ടണം. 19-20 നൂറ്റാണ്ടുകളിൽ യൂറോപ്യന്മാരുടെ ഡിപ്ലോമാറ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ സെന്റർ ആയിരുന്നു ഇവിടെ. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നതും ഇന്നലെ യാത്ര ചെയ്യുന്ന അതേ ബസ്സിൽ തന്നെയാണ്. യാത്രക്കാർ ഇതുവരെ പരസ്പരം കൂടുതലായി പരിചയപ്പെട്ടിട്ടില്ല. അമീർ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി. കാരണം പലരും നാട്ടിൽ നിന്നും, ദുബൈയിൽ നിന്നും, ലണ്ടനിൽ നിന്നും ഒക്കെ ഈ യാത്രയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുറത്തെ കാഴ്ചകൾ പച്ചപ്പും കൃഷിയിടങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന് പ്രധാനമായിട്ടുള്ള സിയാറത്ത് അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റളിയല്ലാഹുവിന്റെ മസാറാണ്. അതുകൊണ്ട് തന്നെ ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ സ്വലാത്ത് മഷീഷ് ചൊല്ലി തന്നു. യാത്രക്കാർ ഏറ്റു ചൊല്ലി. പോകുന്ന വഴിയിൽ ഒരുപാട് ചെറിയതും വലുതുമായ പള്ളികൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു തടാകത്തിന്റെ പരിസരത്തൂടെയാണ് പോകുന്നത്. വളവും തിരിവുമുള്ള റോഡാണ്. ഈ കാഴ്ചകൾ എന്ത് മനോഹരമാണെന്ന് നോക്കൂ. മലകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നു. ഒരു തടാകമാണത്. തോട്ടങ്ങൾക്കിടയിലൂടെ അരുവിയൊഴുകുന്നതാണ് സ്വർഗത്തെ വിശേഷിപ്പിച്ചത്. എത്ര മനോഹരം. ഒരുപാട് നേരം ആ കാഴ്ചകൾ കണ്ടു തന്നെയാണ് യാത്ര ഉണ്ടായിരുന്നത്. മറ്റൊരു പള്ളി ഇതാ. അങ്ങനെ വളവും തിരിവും മലകളെല്ലാം കയറി ചെന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു, മൗല അബ്ദുസ്സലാം ഇബ്നു മഷീഷ്. അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങി. നല്ല തണുപ്പുണ്ട്. ഇനിയൊരു മല കയറണം. കുത്തനെയുള്ള കയറ്റമാണ്. ഭാഗ്യത്തിനാണ് ബസ് ഇത്രയും വരെ വന്നത്. മഴയോ മറ്റോ ആണെങ്കിൽ ഇതിലേറെ അടിയിൽ നിർത്തിയിട്ട് ചെറിയ വണ്ടിയിൽ വരേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മല കയറി ചെല്ലുമ്പോൾ ചെറിയ വീടുകളും ചെറിയ കടകളും എല്ലാം കാണാം. ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വീണ്ടും സ്റ്റെപ്പുകൾ കയറണം. ഇവിടുത്തെ മതില് നോക്കൂ. പ്രത്യേകതരം കല്ലും സിമെന്റും കൂട്ടിയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല മനോഹരമാണ്. ഒരുപാട് ഖബറുകളുമുണ്ട് കയറുന്നതിന്റെ ഇരുഭാഗത്തും. അങ്ങനെ ഒരുപാട് നേരം നടന്ന് മസാറിന്റെ പരിസരത്തെത്തി. അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റളിയല്ലാഹുവിന്റെ മസാറിന്റെ പരിസരത്ത് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ സ്വലാത്തുൽ മഷീഷ് ചൊല്ലി തന്നു. യാത്രക്കാരെ ഏറ്റു ചൊല്ലി. റയീസുൽ ഉലമ പ്രാർത്ഥനയും നടത്തി. കല്ലുകൊണ്ടാണ് ഈ മഹാന്റെ ഖബർ കെട്ടിയിട്ടുള്ളത്. മൊറോക്കക്കാരുടെ സ്ഥിരം സിയാറത്ത് കേന്ദ്രവുമാണ്. മിസ്രിൽ ഇമാം ഷാഫി റളിയല്ലാഹു എങ്ങനെയാണോ അതുപോലെയാണ് മഗ്രിബിൽ ഈ മഹാൻ. ഉസ്താദ് അഹ്ലിൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന ടൈറ്റിലും ഈ മഹാൻ അറിയപ്പെട്ടിട്ടുണ്ട്. ഈ മഹാൻ ജനിച്ചപ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖിന് അറിവ് ലഭിക്കുകയും മുഹിയുദ്ദീൻ ഷെയ്ഖ് മൊറോക്കയിൽ വരികയും ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയുടെ വീട്ടിൽ വന്ന ഷെയ്ഖ് പിതാവിനോട് കുട്ടികളെ കാണിച്ചു തരാൻ പറഞ്ഞു. വലിയ കുട്ടികളെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നായി മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഈയിടെ ജനിച്ച കുട്ടിയെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതാണ് എനിക്ക് അറിവ് കിട്ടിയ കുട്ടിയെന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു. കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് അവിടുന്ന് മടങ്ങുകയും ചെയ്തു. മറ്റൊരുപാട് മഹത്വങ്ങളും കറാമത്തുകളും പറയാനുണ്ട്. ഇവിടെ എല്ലാം പ്രതിപാദിക്കുന്നില്ല. സിയാറത്ത് കഴിഞ്ഞിറങ്ങി. വീണ്ടും വരാമെന്ന നിയത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം. ഹോട്ടലിൽ ചെന്നപ്പം ആ ചായയാണ് ആദ്യം തന്നത്. പിന്നെ മട്ടനും ബ്രെഡും എല്ലാം അടങ്ങിയ മറ്റൊരു വിഭവം. 1 മണിക്കൂർ നേരം കാത്തിരുന്നിട്ടുണ്ട് ഈ ഒരു ഭക്ഷണം കിട്ടാൻ. ഓർഡർ എടുത്തതിന് ശേഷമാണ് അവർ ഇറച്ചി വെട്ടുന്നത് പോലും. നല്ല തണുപ്പുള്ള ഈ സമയത്ത് ചൂടോടെ ഭക്ഷണം കിട്ടുക എന്നത് തന്നെ വലിയ കാര്യമാണ്. ഭക്ഷണം കഴിച്ച് ചുറ്റുമുള്ള കാഴ്ചകളൊന്നും കാണാമെന്ന് കരുതി വലിയ കടല മിഠായികൾ കാണാം. ടേസ്റ്റ് നോക്കാൻ തരുന്നുമുണ്ട്. കടലയ്ക്ക് പകരം അണ്ടിപ്പരിപ്പ് കൊണ്ടുള്ള മിഠായികളും ഉണ്ട്. ചെറിയ കപ്പുകൾ. മിഠായികൾ പലതരം ഡിസൈനിലായി വെച്ചിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചതാണ്, ഇത്രയേറെ പഴക്കമുള്ള മരങ്ങളാണ് ഇരു സൈഡിലും ഉള്ളത്. തിരിച്ചു വരുമ്പോൾ വലതു ഭാഗത്തായി ഒരു സ്ഥലമുണ്ട്. ഇവിടെയാണ് അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റളിയല്ലാഹു അൻഹു ഷഹീദായത്. ജബലുൽ ഇൽമ് എന്നും ജബലുൽ അറായിഷ് എന്നും ഇതിന് പേരുണ്ട്. അന്നത്തെ രാജാവ് നിരീശ്വരവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അതിനെതിരെ യുദ്ധം ചെയ്യുകയും ഷഹീദാവുകയും ചെയ്തതാണ് മഹാൻ. അവിടുന്ന് തിരിച്ചു നടന്ന് ബസിന്റെ അടുത്തേക്ക് യാത്ര തുടർന്നു. സമയം 2:13. നിസ്കാരം ഇനിയും ബാക്കിയാണ്. മല തിരിച്ചിറങ്ങുമ്പോൾ ഇതേ ഒരു കാണുന്ന ഒരു പള്ളി. ബസ് നിർത്തി. ഒരു ചെറിയ കുന്നിൻ പ്രദേശത്താണ് ഈ ഒരു പള്ളി. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലണം. യാത്രക്കാരെത്തിയപ്പോഴും അവിടുത്തെ ആളുകൾ സജീവമായി. ഞങ്ങൾക്ക് വേണ്ട പാത്രങ്ങളെല്ലാം അവർ തന്നു. ഇവിടെ ഒരു കിണറുണ്ട്. മലമുകളിലാണെങ്കിലും
ഈ കിണറിൽ നല്ല വെള്ളമുണ്ട്. ഇത്ര ഉയരത്തിലും വെള്ളം കണ്ടപ്പോൾ ചെറിയൊരു അത്ഭുതം തോന്നി. കാലാവസ്ഥ നല്ല തണുപ്പാണ്, വെള്ളത്തിനു നല്ല തണുപ്പുണ്ട്. അപ്പോഴേക്കും ഇവിടുത്തെ ആളുകൾ വെള്ളം ചൂടാക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വുളു എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വെള്ളം ചൂടാക്കുന്നത്. ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടതേ ഇല്ല, പക്ഷെ അതിനു മുന്നേ അവരെല്ലാം ചെയ്യാൻ തുടങ്ങി. എത്ര നല്ല മനുഷ്യർ. ലുഹറും അസറും അവിടുന്ന് നിസ്കരിച്ചു. ഇത്രയും ദിവസം ഉസ്താദിന്റെ കൂടെ ജമാഅത്ത് കിട്ടുക എന്നതും ഈ യാത്രയുടെ ഒരു ഭാഗ്യമാണ്. നിസ്കാരമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബസ്സിലേക്ക്. ഇത്ര ഉയരത്തിലാണ് ഈ ഒരു പള്ളി നിൽക്കുന്നത്. വീണ്ടും ദീർഘമായ യാത്ര, മനോഹരമായ പ്രകൃതി, പച്ചപ്പ്, കൃഷി, മലകൾ, തടാകങ്ങൾ, അങ്ങനെ പോകുന്നു കാഴ്ചകൾ. ബസ്സിലാണെങ്കിൽ അലി ഉസ്താദിന്റെ ഉപദേശങ്ങൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ അങ്ങനെയും പോകുന്നു. ഇടക്ക് വണ്ടി നിർത്തി. ഒരു പോലീസ് ചെക്കിംഗ് ആയിരുന്നു അത്. ഗൈഡ് ഡോക്യുമെന്റുകളെല്ലാം കൊണ്ട് ചെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് ക്ലിയർ ആയി. വീണ്ടും യാത്ര. ഒരുപാട് സമയത്ത് യാത്രയ്ക്ക് ശേഷം വണ്ടി വീണ്ടും നിർത്തി. റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഹോട്ടൽ റിഫ് എന്ന വിശാലമായ റെസ്റ്റോറന്റിന് അടുത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂളിന് അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ഹോട്ടലാണ്. ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതല്ല, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയും വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ക്യാമ്പർ വാൻ നിർത്താനുമുള്ള സൗകര്യങ്ങളുണ്ട്. അതിന് വേണ്ട ചാർജിംഗ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. ചില ക്യാമ്പർ വാനുകൾ നിർത്തിയിട്ടതായിട്ടും കാണാം. കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ക്യാമ്പർ വാനും വന്നു. റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റായി ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിലിതാ കഴുതകൾ ഇങ്ങനെ മേയുന്നു. വീണ്ടും യാത്ര തുടർന്നു. സമയം 7:32. മഗ്‌രിബായി. ഇവിടെ മഗ്‌രിബാകുന്നത് ഈ സമയത്തൊക്കെയാണ്. നിസ്കാരം ഏതായാലും പിന്തിച്ചാണ് ജമാക്കുന്നത്. ഹദ്ദാദുകളും മറ്റ് അദ്കാറുകളും ചെല്ലാൻ തുടങ്ങി. ഇന്ന് കുറച്ച് വൈകിട്ടാണ് ഹോട്ടലിൽ എത്തുക. അങ്ങനെ 8:46 ആയപ്പോഴേക്കും ഇന്ന് താമസിക്കേണ്ട ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് ഹോട്ടൽ. ലഗേജ് എല്ലാം ബസ്സിൽ നിന്ന് കളക്ട് ചെയ്തു. യാത്രക്കാരുടെ പാസ്പോർട്ട് എല്ലാം ഹോട്ടലിൽ കാണിക്കണം. ഇതൊരു വിശാലമായ ഹോട്ടൽ തന്നെയാണ്. മൊറോക്കൻ രാജാവിന്റെ പഴയ ഫോട്ടോയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ രാത്രി ഭക്ഷണവും. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക്. നിസ്കരിക്കാനുള്ള ചെറിയ പള്ളിയും ഈ ഒരു ഹോട്ടലിലുണ്ട്. അടുത്ത കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരു കാര്യം കൂടെ, ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ശുദ്ധജലത്തിന് പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ഒരു ഗ്രാമത്തിലേക്കുള്ള ശുദ്ധജല പദ്ധതി ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമല്ലോ. വീണ്ടും കാണാം.